സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നത്തെ ഒരു ടിപ്സ് എന്താണെന്ന് അറിയണ്ടേ? ഇന്നത്തെ ടിപ്സ് കുറേ പേര് പിന്നെ കമൻറ്റ് ബോക്സിലും ചോദിച്ചിരുന്നു, വാട്സപ്പിലും വന്ന് കുറേ പേര് പറഞ്ഞു കഴുത്തിൻ്റെ ചുളിവ് മാറാൻ എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ കഴുത്തിൻ്റെ ചുളിവ് മാറാനുള്ള വീഡിയോസൊക്കെ കുറേ പ്രാവശ്യം ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നാലും ഇന്ന് ഒരു കഴുത്തിനുള്ള നല്ലൊരു മസാജും അതുപോലെ തന്നെ നല്ലൊരു എക്സസൈസ് കൂടാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ കുറച്ച് ദിവസം തുടർച്ചയായിട്ട് ചെയ്തു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു മാറ്റം തന്നെ കാണുന്നതായിരിക്കും. അപ്പം ഞാൻ ഈ ഒരു കാര്യം ഡെയിലി ചെയ്യുന്നതാണ്. കാരണം എന്താണെന്നറിയോ, എനിക്ക് നേരത്തെ മുതലേ ഈ കഴുത്തിനൊരു ചിലർക്ക് ചെറിയൊരു ഏജ് വരുമ്പോൾ തൊട്ട് ഈ ഒരു വര പോലെ വരും. അത് പ്രായമാകണമെന്നൊന്നുമില്ല, അല്ലാതെ തന്നെ ഒരു ലൈൻ പോലെ വരും. അപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഏജ് ആയി കഴിഞ്ഞാൽ അവിടെ ഒരു മടക്ക് പോലെ വരും. മനസ്സിലായോ? മടക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് സാഗിങ് ആയിട്ട് സ്കിന്ന് തൂങ്ങുന്ന പോലെ വരും. ഒരു ഭയങ്കരമായിട്ട് സ്കിന്ന് തൂങ്ങി നിൽക്കും. നമ്മുടെ സ്കിന്നിൽ ഒരു ടൈറ്റ് ഉണ്ടാവത്തില്ല. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതൊരു 30 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് നമ്മൾ ഈ ഒരു കാര്യം ചെയ്തു പോവുകയാണെങ്കിൽ നമുക്കത് കൂടാതെ ഇരിക്കും. മനസ്സിലായോ? അപ്പം ഞാനത് ചെയ്തു പോകുന്ന ആളാണ്. എനിക്ക് പെട്ടെന്ന് തന്നെ ഉണ്ട് ഈ ഒരു വര കണ്ടോ. ആദ്യത്തെ കുറേ നാളുകൾക്കുള്ള മുമ്പുള്ള വീഡിയോ എടുത്ത് നോക്കിയാൽ അറിയാം, എനിക്ക് ശരിക്കും നല്ലപോലെ ഇങ്ങനൊരു വര പോലെ വന്നിങ്ങനെ മടിഞ്ഞു പോലെ കിടപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിങ്ങനെ ചെയ്താണ് ഇങ്ങനെ മാറ്റി എടുത്തുകൊണ്ട് വന്നത്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും അത് ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം കാണിക്കാൻ പോകുന്നത്. ഞാൻ മുടങ്ങാതെ ചെയ്യുന്ന കാര്യമാണ്. എന്തെങ്കിലും വയ്യാഴിക വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ മുടക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. ഇത് കണ്ടോ, ഈ ഒരു ഭാഗം, അതായത് ഈ ഒരു ചിലർക്ക് ഈ ഒരു വര 1, 2, 3 വരയൊക്കെ കാണും. എനിക്ക് നേരത്തെ എനിക്കൊരു 2 ഇവിടെ ഒരു വര ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഓർക്കുന്നില്ല. ഉണ്ടായിരുന്നു, ഇവിടെ ഒരു വര ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ ഈ ഒരു ലൈനാണ് കുറച്ച് തെളിഞ്ഞ് കിടക്കുന്നത്. പക്ഷേ എന്നാലും നമുക്ക് ആ ഒരു സ്കിന്ന് ഇങ്ങനെ തൂങ്ങി വരാതെ നല്ല ടൈറ്റായിട്ടിരിക്കാൻ തന്നെ സഹായിക്കുന്ന എക്സസൈസും അതുപോലെ തന്നെ മസാജുമാണ് കാണിക്കുന്നത്. അപ്പോൾ എന്നാണ്, നമുക്ക് എത്ര പ്രായമായാലും അതിനെ നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റും, ഒത്തിരി ആവാതെ. പിന്നെ ഡബിൾ ചിഹ്ന് പോലെ ഉണ്ടാവും നമുക്കത് കൂടിക്കഴിഞ്ഞാൽ. എനിക്ക് ചെറുതായിട്ട് ഡബിൾ ചിഹ്നുള്ള ആളായിരുന്നു. ഇപ്പോൾ പക്ഷേ അങ്ങനെ ഇല്ല, ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ മസാജൊക്കെ ചെയ്ത് എക്സസൈസൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ അധികം കൂടാതെ ഇരിക്കുകയാണ് കേട്ടോ. നമ്മുടെ മുഖത്തിലെ സ്കിന്നാണെങ്കിലും അതുപോലെ തന്നെ കഴുത്തിലെ സ്കിന്നാണെങ്കിലും സാഗ് ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബലപ്പെടുത്തി മസിൽസിനെ, ചെറിയ കുഞ്ഞു മസിലാണ് ഫേസിലും നെക്കിലും ഒക്കെ ഉള്ളത്. ബോഡിക്ക് ഇതിനെ എക്സസൈസ് കൊടുക്കുന്നത് നമുക്ക് അമിതവണ്ണം കൂടാതിരിക്കാനായിട്ട്, ശരീരം നല്ല ഉറച്ച ശരീരമായിട്ട് കിട്ടാനായിട്ടും അല്ലേ. തൂങ്ങിച്ചാടിയ വയറുകളും അതുപോലെ തന്നെ കയ്യിലൊക്കെ തൂങ്ങി ഇങ്ങനെ കിടക്കുക, പിന്നെ സാഗ് ചെയ്ത് കിടക്കുക, അതൊക്കെ മാറാനായിട്ടില്ല നമ്മൾ കൈക്കൊക്കെ സ്ട്രോങ് ആയിട്ടൊക്കെ പിന്നെ എക്സസൈസ് കൊടുക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും നല്ല ബലപ്പെട്ടിരിക്കാനായിട്ട്, സ്കിന്ന് സാഗ് ചെയ്തിരിക്കാനായിട്ട്, ചുളിവുകളൊക്കെ വരാതിരിക്കാനായിട്ടുമാണ് നമ്മൾ നല്ല രീതിയിൽ എക്സസൈസും മസാജും ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഈ 2 കാര്യമാണ് ഇന്ന് വീഡിയോയിലോട്ട് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്താണ്, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുമല്ലോ കേട്ടോ. ഇവിടെ കഴുത്ത് ഇപ്പോൾ എനിക്കൊരു 51 വയസ്സായി. അപ്പോൾ ഞാനിത് ചെയ്യാതിരിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 10-60 വയസ്സൊക്കെ ആകുമ്പോൾ ശരിക്കും കഴുത്തിൻ്റെ അവിടെ മടക്കായിട്ട് വന്നു കിടക്കും. കാരണം എനിക്ക് ഓൾറെഡി ഇവിടെ ഒരു ലൈൻ പോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കൂടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ, ചെറിയ ലൈനായിട്ട് കാണുന്ന ആൾക്കാരെ ഇപ്പോൾ തന്നെ ചെയ്തു തുടങ്ങിയോളും. നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുന്നത്. എന്താണ്, നമുക്ക് ചുളിവുകളും ഈ ഒരു സാഗിങ്ങും ഡബിൾ ചിഹ്നും കൂടാതെ ഇരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിനായിട്ട് നമുക്ക് മുഖത്താണെങ്കിൽ നമുക്ക് ഏത് എണ്ണയാണ് യൂസ് ചെയ്യുന്നത് ആ കൺഫ്യൂഷനായിരിക്കും. വെളിച്ചെണ്ണ യൂസ് ചെയ്യാമോ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ യൂസ് ചെയ്യാമോ, കോഫി യൂസ് ചെയ്യുന്ന കൺഫ്യൂഷനായിരിക്കും. നമ്മുടെ മുഖത്ത് നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം അല്ലേ, കുരുക്കൾ വരാതൊക്കെ. പക്ഷെ നെക്കിൽ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഏത് ഓയിലിട്ട് വേണം നമുക്ക് ചെയ്യാവുന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ചെയ്യേണ്ട രീതിയിൽ ചെയ്യണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം മസാജ് ചെയ്യാം. മസാജ് കഴിഞ്ഞാൽ എക്സസൈസ് കൂടെ കാണിക്കുന്നു. അതൊക്കെ കണ്ടിട്ടേ നിങ്ങൾ വീഡിയോ ക്ലോസ് ചെയ്യാവുള്ളൂ കേട്ടോ. അപ്പം ആദ്യം ഞാൻ മസാജ് ചെയ്ത് കാണിക്കാം. അപ്പം മസാജ് എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? ഏറ്റവും നല്ല സാധനമാണ് വെളിച്ചെണ്ണ. സ്കിന്നിലെ ചുളിവ് കംപ്ലീറ്റ് മാറാൻ സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു സൊല്യൂഷനാണ് നമ്മുടെ നാടൻ വെളിച്ചെണ്ണ, നല്ല കോക്കനട്ട് ഓയിൽ. അപ്പം നമുക്ക് കയ്യിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച് കൊടുത്തതിന് ശേഷം കയ്യിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ മേലോട്ട്, അപ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ സാഗ് ചെയ്യും. നമ്മൾ ഈ ഒരു ഭാഗം എപ്പോഴും ഇങ്ങോട്ട് ചെയ്യരുത്. ഈ സൈഡോട്ട് മസാജ് കൊടുക്കണം. ഈ ഒരു ഭാഗം വരുമ്പോൾ മേളിലോട്ട് മസാജ് കൊടുക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഈ കൈ ഇങ്ങനെ പിടിക്കുന്ന രീതിയിൽ പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കും. എന്നിട്ട് മേലോട്ട്. അപ്പോൾ നമ്മളെ ഒരിക്കലും ഇങ്ങനെ കഴുത്ത് താത്തി പിടിച്ച് ഒരിക്കലും മസാജ് ചെയ്യരുത്. നമ്മുടെ സ്കിന്നിൻ്റെ സാഗിങ് കൂടും, ചുളിവ് കൂടും, മടക്കുകൾ കൂടും. അപ്പോൾ അതെല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. അപ്പോൾ ചിലർ ഇങ്ങനെ മസാജ് അങ്ങ് ചെയ്യും. പക്ഷേ ഒരിക്കലും അങ്ങനെ ചെയ്തു നമ്മൾ മേളിലോട്ട് കഴുത്ത് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. ഇങ്ങനെ പിടിച്ചതിന് ശേഷം മാത്രമേ മസാജ് ചെയ്യാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ കഴുത്ത് പിടിക്കുക. അപ്പോൾ നമ്മുടെ ഇവിടെ ഒന്ന് വലിഞ്ഞിരിക്കും. എന്നിട്ട് നമുക്കിങ്ങനെ മേളിലോട്ട് ചെയ്യാം.
ഇതൊരു 1 മിനിറ്റ് നേരം നമ്മൾ ഇതിന് മസാജ് ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് അടുത്തത് തന്നെ ചെയ്യേണ്ട ഒരു മസാജാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇവിടെ എല്ലാം കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ എല്ലാം കൂടെ വന്നിരിക്കുക. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്നു കഴിയുമ്പോൾ നമ്മുടെ ഇവിടെ എല്ലാം കൂടെ ആ ഒരു നമ്മൾ കൊണ്ടുവന്ന ഭാഗമെല്ലാം ഇങ്ങനെ വന്നിരിക്കുമല്ലോ. അപ്പോൾ വേഗം നമ്മൾ അടുത്ത മസാജിലോട്ട് കിടക്കുക. ഇത് 2 സൈഡിലോട്ടും നമ്മൾ നീക്കി കൊടുക്കുക. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നമ്മൾ ഇതിങ്ങനെ ആ ഒരു കൊഴുപ്പിനെ നീക്കി കൊടുക്കുക. ഇങ്ങനെ കൊണ്ടുവരിക. ഒരു മിനിറ്റ് നേരം ചെയ്യുക. ഇങ്ങനെ നമ്മളൊരു 1 മിനിറ്റ് നേരം ചെയ്യുക. ഒരുപാട് പ്രഷർ ചെയ്ത് വേണ്ട, എന്നാലൊരു ചെറിയൊരു മീഡിയം പ്രഷറിൽ നമ്മൾ ഇങ്ങനെ കൊടുക്കുക. അപ്പം നമുക്ക് ഇവിടെ എന്താണ്, ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ടുള്ള ആ ഒരു കൊഴുപ്പ് മാറിയിട്ട് നമ്മുടെ ഇവിടെ നല്ലതായിട്ട് ഒരു ഷേപ്പായിട്ട് വരും. സ്കിന്ന് സാഗിയാതിരിക്കും, ഡബിൾ ചിന്ന് ഉണ്ടാവാതിരിക്കും. ഇങ്ങനെ നമ്മളിവിടെ ചെയ്യുമ്പോൾ കുറച്ച് താത്തി നേരെ തല വെച്ചതിന് ശേഷം ചെയ്ത് കൊടുക്കുക. ഇത് കഴുത്തിന് മാത്രമാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ. കുറേ പേര് പറഞ്ഞ പ്രകാരമാണേ. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ 1 മിനിറ്റോളം നമ്മൾ ചെയ്ത് കൊടുക്കുക. അപ്പം ഇങ്ങനെ ചെയ്യും. അപ്പോൾ ഇപ്പം ഇനി അടുത്തത് നമുക്ക് ഈ ഒരു ഭാഗം ചെയ്യുന്നിട്ട് നമുക്ക് ഈ പിടിക്കുക. എന്നിട്ട് നമുക്ക് ഇങ്ങനെ താഴോട്ട് ഈ ചെവിയുടെ താഴേന്ന് താഴോട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇത് 1 മിനിറ്റ് നേരം നമ്മൾ ചെയ്യുക. നമ്മുടെ കൈ ഇങ്ങനെ പിടിക്കത്തില്ലേ, ഇങ്ങനെ നമ്മൾ തിരുമ്മത്തില്ലേ, അങ്ങനെ 2 കൈ എടുക്കുക. എന്നിട്ട് പുറകോട്ട് നമ്മുടെ സ്കിന്ന് വലിച്ചു കൊടുക്കുക. നല്ല രീതിയിൽ നമ്മുടെ കഴുത്തൊക്കെ ഷേപ്പായിട്ടിരിക്കാനായിട്ടും ഒരു ഡബിൾ ചിന്നൊക്കെ മാറി കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു മസാജാണ്. 1-2 ദിവസം കൊണ്ടൊന്നും ഇതിനൊരു റിസൾട്ടും കിട്ടത്തില്ല. അപ്പോൾ ഇത് നമ്മൾ റൊട്ടീനായിട്ട് ചെയ്യണം. ഇങ്ങനെ 1 മിനിറ്റ് നേരം നമ്മൾ ചെയ്യുക. ശേഷം നമ്മൾ ഈ കൈ വെച്ച് ഇങ്ങനെ ഡെയിലി ചെയ്യേണ്ട സിമ്പിൾ മസാജും എക്സസൈസുമാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് മസാജിലോട്ട് പോകുന്നില്ല. ഒരുപാട് മസാജും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് വളരെ കുറച്ച് മസാജാണ് കാണിക്കുന്നത്. ഇത് ഈ ഭാഗത്താണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഈ ഭാഗത്ത് ഇങ്ങനെ ചെയ്യുക. നമുക്കിപ്പോൾ ഇത്രയും മസാജ് ചെയ്താൽ മതി. ഇനി നമുക്ക് എക്സസൈസ് ചെയ്യാം. ഇത് ചെയ്തതിന് ശേഷം എക്സസൈസ് ചെയ്യുക. അപ്പോഴാണ് നമ്മുടെ നല്ല രീതിയിലുള്ള ഒരു ടൈറ്റനിങ് സ്കിന്നായിട്ട് നമുക്ക് കിട്ടുന്നത്. സ്കിന്ന് ടൈറ്റ് ആകുമ്പോൾ എന്താണ്, റിങ്കിൾസ് കുറയും. അതെല്ലാവരും ഓർക്കുക. അപ്പോൾ അങ്ങനെ കിട്ടാനായിട്ട് നമുക്ക് എക്സസൈസ് ചെയ്യാം. നമ്മുടെ കഴുത്തിലെ മസിൽസിന് നല്ല ബലം കിട്ടാൻ, നല്ല ടൈറ്റ് ആകാൻ സഹായിക്കുന്ന കുറച്ച് എക്സസൈസ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ മേളിലോട്ട് തല ഉയർത്തി പിടിക്കുക. എന്നിട്ട് നമ്മുടെ ഈ നാക്കെടുത്ത് മേളിൽ ടൈറ്റാക്കി കൊടുക്കുക. ഓക്കെ, അങ്ങനെ ഞാൻ കാണിക്കുന്ന പോലെ ചെയ്യുക. മേളിലോട്ട് തല ഉയർത്തുക, നാക്കെടുക്കുക. നമുക്ക് മനസ്സിലാകും നമ്മുടെ ഇവിടെ നല്ലതായിട്ടൊരു സ്ട്രെച്ചിങ് ഫീൽ ചെയ്യും. സ്ട്രെച്ച് നല്ലതായിട്ട് വലിയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഏറ്റവും ഈ ഒരു വരകളൊക്കെ മാറി കിട്ടാനായിട്ട് ഏറ്റവും നല്ലൊരു എക്സസൈസാണ്. ഇത് നമ്മളുടെ 10 വട്ടം ചെയ്യുക കേട്ടോ. മസിൽസ് നല്ലതായിട്ട് ബലപ്പെടാനായിട്ടുള്ള ഒരു എക്സസൈസാണ്. നോക്കിക്കോണം. നമുക്ക് കഴുത്തിൻ്റെ അവിടോട്ടാണ് കൂടുതലും ആ ഒരു എക്സസൈസ് കൊടുക്കേണ്ടത്. ഫേസിലോട്ടല്ല, കഴുത്തിലോട്ട്. ആ രീതിയിലായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനെയൊരു 10 വട്ടം നമ്മൾ ചെയ്യുക. അടുത്തതായിട്ട് കാണിക്കുന്നത്
ഇങ്ങനെ ഒരു 10 വട്ടം ചെയ്യുക. അപ്പം നമ്മുടെ ഇവിടുത്തെ ഒരു പേശികൾ നല്ലതായിട്ട് ബലപ്പെടണം. അതിനായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ പേശികൾ മുറുകുമ്പോഴാണ് നമ്മുടെ സ്കിന്ന് സാഗ് ചെയ്യാതിരിക്കുന്നത്. അതുകൂടെ കൂടി മസാജും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുന്നത് കേട്ടോ. അടുത്തൊരു എക്സസൈസ് എന്ന് പറഞ്ഞാൽ നോക്കണം, ഇത്രയും നമുക്ക് മതി. ഡെയിലി ചെയ്യാനുള്ള എക്സസൈസും മസാജുമാണ് കാണിച്ചത്. ഒരുപാട് നിങ്ങൾ കാണിച്ചാൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് നിങ്ങൾ മുടക്കാതെ ചെയ്യുക, മുടങ്ങാതെ ചെയ്തു പോവുക. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. നിങ്ങൾ ഒരു മാസം കഴിഞ്ഞ് നിങ്ങളുടെ ഒരു നെക്കൊക്കെ കഴുത്തൊന്ന് നോക്കിക്കേ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഒരു നമുക്ക് ചെറിയ മടക്കമുള്ളത് അത് മാറി. കാരണം നമ്മളെല്ലാം സ്ട്രെച്ച് ചെയ്താണ് ചെയ്യുന്നത്. മേലോട്ട് സ്ട്രെച്ച് ചെയ്തും മസാജ് മേലോട്ട് കൊടുത്തും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും. അപ്പം എനിക്ക് കിട്ടിയ റിസൾട്ടാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ. എനിക്ക് കിട്ടിയതും കുറേ പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുമുണ്ട് ഈ ഒരു കാര്യത്തിൽ. അപ്പം ചെയ്ത് വരുമ്പോൾ നമുക്ക് നന്നായിട്ട് മാറി എന്ന് തോന്നുമ്പോൾ നമ്മൾ എന്താണ് 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ചെയ്തു പോവുക. എന്തായാലും ഒരു ഏജ് കഴിഞ്ഞവർ ഇത് മുടക്കരുത്. മാറി ചെയ്ത് നമ്മുടെ ഫേസിലാണെങ്കിലും നെക്കിലാണെങ്കിലും ഒക്കെ മാറി 2 ദിവസം ഇടവിട്ടൊക്കെ ചെയ്തു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഭയങ്കരമായിട്ട് ആ തൂക്കവും ഡബിൾ ചിൻ്റെ പോലുള്ള ഒന്നും കൂടാതെ ഇരിക്കും. റിങ്കിൾസ് വരാതെ ഇരിക്കും. ഒരുപാട് തടയാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കാൻ മറക്കല്ലേ കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.